നമസ്കാരം. മാധ്യമജാലകത്തിന്റെ 392 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 3 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണ്. ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും സംരക്ഷകരാണ് മാധ്യമങ്ങൾ. ആഗോളതലത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം വിലയിരുത്തപ്പെടുമ്പോൾ ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്ന വിശേഷണം മാധ്യമങ്ങൾക്ക് വെറും അലങ്കാരം മാത്രമായി മാറുകയാണ്. യുദ്ധമുഖത്ത് പൊലിയുന്ന നിർഭയ മാധ്യമ പ്രവർത്തന രക്തസാക്ഷികളും ഏറെ. അതുകൊണ്ട് തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നതിനായി ഓരോ വർഷവും മെയ് 3 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നത്. മാധ്യമ ലോകത്തിന് തീരാൻ നഷ്ടമായി മാറിയ ഒരു വിയോഗമായിരുന്നു ഇതിഹാസ ഫോട്ടോഗ്രാഫർ രഘുറായുടേത്. ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന രഘുറായ് നമ്മെ വിട്ടുപിരിഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. ഇന്ത്യയുടെ ആത്മാവും ചരിത്രവും അരനൂറ്റാണ്ടിലേറെ കാലം തന്റെ ക്യാമറയിലൂടെ ഒപ്പിയെടുത്ത അതുല്യ പ്രതിഭയാണ് നമുക്ക് നഷ്ടമായത്. കേരള മീഡിയ അക്കാദമിയുമായി അത്ര ഹൃദയബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന രഘുറായ് 2 തവണയാണ് മീഡിയ അക്കാദമിയുടെ വിവിധ പരിപാടികൾക്കായി എത്തിയത്. അതുകൊണ്ട് തന്നെ രഘുറായ്ക്ക് സമർപ്പിക്കുകയാണ് ഈ ലക്കം മാധ്യമജാലകം. വിശദ റിപ്പോർട്ടിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിന്റെ അതികായൻ രഘുറായ് ഇനി ഓർമ്മ. വാക്കുകൾക്ക് അതീതമായ ഒരു ലോകം തന്റെ ലെൻസിന് പിന്നിലുണ്ടെന്ന് കാണിച്ചു തന്ന മാന്ത്രികൻ. രഘുറായിയുടെ ഓരോ ചിത്രവും ഇന്ത്യയുടെ ആത്മാവിലേക്കുള്ള തുറന്ന ജാലകങ്ങളായിരുന്നു. ഭോപ്പാലിലെ വിങ്ങുന്ന ഓർമ്മകൾ മുതൽ മദർ തെരേസയുടെ സ്നേഹസ്പർശം വരെ ആ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തപ്പോൾ പിറന്നത് കാലത്തിന് മായ്ക്കാനാവാത്ത ചരിത്ര രേഖകളാണ്. ഫോട്ടോഗ്രാഫി എന്നത് വിരലുകൾ കൊണ്ട് അമർത്തുന്ന ഒരു ക്ലിക്കല്ല, മറിച്ച് ആത്മാവ് കൊണ്ട് തൊട്ടറിയേണ്ട ഒന്നാണെന്ന് രഘുറായ് നമ്മെ പഠിപ്പിച്ചു. ഭോപ്പാൽ വാതക ദുരന്തത്തിന്റെ ഭീകരത ലോകത്തെ അറിയിച്ച അദ്ദേഹത്തിന്റെ കറുപ്പും വെളുപ്പും ചിത്രങ്ങൾ ഇന്നും കാഴ്ചക്കാരുടെ ഉള്ളുലയ്ക്കുന്നവയാണ്. മദർ തെരേസയിൽ തുടങ്ങി സാധാരണക്കാരുടെ നിത്യജീവിതം വരെ നീളുന്ന ഇന്ത്യയുടെ വൈവിധ്യം അദ്ദേഹം തന്റെ ഫ്രെയിമുകളിൽ ഒളിപ്പിച്ചു. മദർ തെരേസയുടെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ പകർത്തിയ ഫോട്ടോഗ്രാഫർ എന്ന ബഹുമതിയും രഘുറായിക്കാണ്. മദർ തെരേസ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടും മുൻപേ സെയിന്റ് മദർ എന്ന പുസ്തകം അദ്ദേഹം പുറത്തിറക്കി. ഭോപ്പാൽ വാതക ദുരന്ത പശ്ചാത്തലത്തിൽ ഇതേക്കുറിച്ച് എക്സ്പോഷർ എ കോർപ്പറേറ്റ് ക്രൈം എന്ന പേരിൽ പുസ്തകവും അദ്ദേഹം പുറത്തിറക്കി. 1965 തന്റെ 23-ാം വയസ്സിലാണ് രഘുറായ് ഫോട്ടോഗ്രാഫിയുടെ വഴിയെ സഞ്ചരിച്ചു തുടങ്ങിയത്. ദി സ്റ്റേറ്റ്സ്മാൻ, സൺഡേ മാസിക, ഇന്ത്യ ടുഡേ തുടങ്ങിയ മാധ്യമങ്ങളിൽ പിക്ചർ എഡിറ്ററായും ഫോട്ടോഗ്രാഫറായും സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം ലെൻസിലാക്കിയ രഘുറായ് ലോകമെമ്പാടുമുള്ള ഫോട്ടോഗ്രാഫർമാർക്ക് ഇന്നും വലിയ പ്രചോദനമാണ്. 1977 ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫിക് ഏജൻസിയായ മാഗ്നം ഫോട്ടോസിൽ അംഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന നേട്ടവും അദ്ദേഹത്തിന് സ്വന്തം. ബംഗ്ലാദേശ് അഭയാർത്ഥികൾ, യുദ്ധം, കീഴടങ്ങൽ എന്നിവയെക്കുറിച്ചുള്ള ചിത്രങ്ങൾക്ക് 1972 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. നാഷണൽ ജിയോഗ്രഫിക്കൽ പ്രസിദ്ധീകരിച്ച ഹ്യൂമൻ മാനേജ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് ഇൻ ഇന്ത്യ എന്ന സ്റ്റോറിക്ക് 1992 അമേരിക്കയിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 2009 ഫ്രഞ്ച് സർക്കാർ അദ്ദേഹത്തിന് ഓഫീസർ ഡസ് ആർട്ട് എറ്റ് ഡസ് ലെറ്റേഴ്സ് ബഹുമതി നൽകി ആദരിച്ചു. നിരവധി തവണ രഘുറായ് കേരളം സന്ദർശിച്ചിട്ടുണ്ട്. ഒരിക്കൽ ശബരിമല സന്നിധാനത്തെത്തുകയും തീർത്ഥാടന പാതയിലെ കാഴ്ചകൾ തന്റെ ക്യാമറയിൽ പകർത്തുകയും അദ്ദേഹം ചെയ്തു. ടൈം, ലൈഫ് ജിയോ, ലേ ഫിഗാരോ, ലേ മൊണ്ടെ, ദ വെൽറ്റ്, ദി ന്യൂയോർക്ക് ടൈംസ്, സൺഡേ, ദി ടൈംസ് ലണ്ടൻ, ന്യൂസ് വീക്ക്, വ്യോഗ്, GQ, ദി മാഗസിൻ, മേരി ക്ലെയർ, ദി ഇൻഡിപെൻഡന്റ്, ദി ന്യൂയോർക്കർ തുടങ്ങി ലോകത്തിലെ പ്രമുഖ മാസികകളിലും പത്രങ്ങളിലും തയ്യാറാക്കിയ ഫോട്ടോ എസ്സേകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ആംസ്റ്റർഡാമിലെ വേൾഡ് പ്രസ് ഫോട്ടോ മത്സരത്തിലും യുനെസ്കോയുടെ അന്താരാഷ്ട്ര ഫോട്ടോ മത്സരത്തിലും രഘുറായ് പലതവണ ജൂറി അംഗമായിരുന്നു. നിരവധി പുസ്തകങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2010 അദ്ദേഹം സ്ഥാപിച്ച ദി രഘുറായ് ഫൗണ്ടേഷൻ ഫോർ ആർട്സ് ആൻഡ് ഫോട്ടോഗ്രാഫിയിൽ 50,000-ലധികം ചിത്രങ്ങളുടെ ശേഖരം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി രാജ്യത്ത് നടന്ന സുപ്രധാന സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങൾ ഈ ശേഖരത്തിലുണ്ട്. ഇന്ത്യയുടെ ഹൃദയമിടി പറഞ്ഞ ആ ലെൻസ് ഇനി നിശബ്ദമാണ്. എങ്കിലും അദ്ദേഹം പകർത്തിയ ഓരോ ഫ്രെയിമും ചരിത്രത്തിന്റെ സാക്ഷ്യപത്രങ്ങളായി വരും കാലത്തെ പാഠപുസ്തകമാവുമെന്നത് തീർച്ച.
കേരള മീഡിയ അക്കാദമിയുമായി അഭേദ്യമായ ബന്ധമായിരുന്നു രഘു റായ്ക്കുണ്ടായിരുന്നത്. 2 തവണയാണ് അക്കാദമിയുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം എത്തിയത്. കേരള മീഡിയ അക്കാദമി കൊച്ചിയിൽ മാധ്യമപ്രവർത്തകർക്കായി നടത്തിയ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടകൻ അദ്ദേഹമായിരുന്നു. 2023 കേരള മീഡിയ അക്കാദമി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. Photography is to capture the intense and important moments in one's life which have meaning and potency. Photography is a very important tool in the visual history of any culture, any nation, and especially the great events, important situations, big crises, wars, and political dramas. All these, if they are captured with sensitivity and responsibility, they will form the visual history of who we've been. So that part is very essential. Did the circumstances you grew up affect the way you see and perceive your photographs? Effect to some extent, but each situation has its own, story to be shared, which has to be perceived as it is coming to you. So you should not carry influences and effects of the yesteryears, because then it becomes a kind of colored understanding of the situation. So you cannot be affected and by good, bad, and indifference. It has to be true to the situation you photograph. But sine is often captured in its vibrant colors. So what made you choose black and white while capturing India? No, because early years 60s, 1960s, 70s used to be mostly black and white in newspapers and magazines. And in any case, now digital technology, which is so easy and so over colorful, it exaggerates colors. And the meaning of a situation, if it's a sad situation and you have very vibrant color there, it loses its, effect, on the minds, because it tends to look colorful. So black and white sometimes gives the strength and ethos of a situation strongly. Your photographs never need don't need a caption. So do you think it was a deliberate attempt from your part? No, I'll put it differently. Your photograph is as good as much it can speak for itself. And if your photograph needs words to explain, it means your photograph is not strong enough. But sometimes historical details and facts have to be shared, which you may not see in the photograph, but emotionally, spiritually, and socially, the photograph must speak for itself. So when you're taking a photograph, do you see an individual or a character? I see that character. I don't see if it's a prime minister or chief minister. I do not look at him as a prime minister or chief minister. I look at him as a character of great importance, how he or she is relating to the situation or handling the situation. Because if you give them the importance of being the prime minister and then looking at it, then your understanding gets colored. Then we criticize sensationalism as intruding into someone's private life. As a photographer, where do you think the margin lies between intrusion and the duty of a photojournalist? If your photograph serves a greater purpose for the community, for the society, then that intrusion is forgiven. But if it is unnecessary intrusion and disturbing people's life, it's unfortunate. Once you told that the greatest art is one which restores silence instead of disrespect.
So in your career, have you come across any situation in which you felt the photo should be loud to convey its message? Well, the news situations, the crisis situation or war situations will cry out for themselves, and silence is meant in other, situations where you are dealing with nature and life on normal basis. But basically, the image must sometimes shout out its message very strong and clear. രഘുറായി കേരള മീഡിയ അക്കാദമിയുടെ ഉറ്റ ബന്ധുവായിരുന്നെന്ന് കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു അനുസ്മരിച്ചു. ജീവനുള്ള ചിത്രങ്ങളിലൂടെ ഇനിയും രഘുറായി ജീവിക്കും. ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിന്റെ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു രഘുറായി എന്നും അദ്ദേഹം പറഞ്ഞു. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ഫോട്ടോ ഫെസ്റ്റിവൽ ഓഫ് കേരള 2017 കൊല്ലത്തിൽ നടന്നപ്പോൾ മുഖ്യാതിഥിയായിരുന്നു രഘുറായി. മുഖ്യമന്ത്രി പിണറായി വിജയനും രഘുറായും പരസ്പരം ഫോട്ടോ എടുത്തുകൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങ് നടത്തിയതെന്നും RS ബാബു അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. രഘുറായിയെ പ്രമുഖ മാധ്യമ നിരീക്ഷകനും മുൻ MP-യുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അനുസ്മരിക്കുന്നു. അതിലേക്ക് 2026 ആദ്യത്തെ 4 മാസങ്ങൾ നമ്മൾ പിന്നിടുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിനകം ശ്രദ്ധേയമായ 2 നഷ്ടങ്ങൾ ഇന്ത്യൻ മാധ്യമ ലോകത്തിന് സംഭവിച്ചു കഴിഞ്ഞു. ഒന്ന് മാർക്ക് ടള്ളി. അദ്ദേഹം ബ്രിട്ടീഷുകാരനാണ്, പക്ഷേ ജനിച്ചതും വളർന്നതുമൊക്കെ ഇന്ത്യയിലാണ്, കൽക്കട്ടയിലാണ്. BBC എന്ന ആഗോള മാധ്യമ സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയായി ഇന്ത്യയിൽ അദ്ദേഹം 1/4 നൂറ്റാണ്ടുകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ആധികാരികമായ ശബ്ദം, ഇന്ത്യയുടെ ആധികാരികമായ ശബ്ദം എന്നാണ് മാർക്ക് ടള്ളിയെക്കുറിച്ച് പലരും പറയാറുള്ളത്. മറ്റൊരു മരണം സംഭവിച്ചിരിക്കുന്നത് രഘുറായി ആണ്. രഘുറായി ഏറ്റവും ശ്രദ്ധേയനായ, അറിയപ്പെടുന്ന, പ്രസിദ്ധനായ ഫോട്ടോ ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണവും നമുക്ക് വല്ലാത്ത നഷ്ടബോധം സമ്മാനിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. മാർക്ക് ടള്ളി ഇന്ത്യയുടെ ശബ്ദം ആയിരുന്നു എന്ന് പറയുമ്പോൾ രഘുറായി അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്തിയത് തൻ്റെ ലെൻസ് ഉപയോഗിച്ചാണ്. അങ്ങനെയാണ് അദ്ദേഹം ഫോട്ടോഗ്രാഫർ ആയി മാറിയത്. ന്യൂസ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായ ഒരു കലയാണ്. അത് പഠിക്കേണ്ടതാണ്, അഭ്യസിക്കേണ്ടതാണ്, പരിശീലിക്കേണ്ടതാണ്. ന്യൂസ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറയുന്നത് 1000 വാക്കുകൾക്ക് സമമാണ് ഒരു ഫോട്ടോ എന്നാണ്. പക്ഷേ രഘുറായിയുടെ ഫോട്ടോയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് 1000 എന്നുള്ളത് 10,000 ഉയർത്തേണ്ടി വരും. 10,000 വാക്കുകൾ കൊണ്ട് നമ്മൾ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ് ഒരു ഫോട്ടോയിലൂടെ, ഒരു വാർത്താ ചിത്രത്തിലൂടെ രഘുറായി എന്ന പ്രതിഭാശാലി പറയാൻ പരിശ്രമിച്ചതും വിജയിച്ചതും. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ, ഇന്ത്യയിലെ പല സംഭവങ്ങളുമായി അദ്ദേഹത്തിൻ്റെ പേര് അഭേദ്യമായി പതിഞ്ഞു കിടക്കുകയാണ്. ഉദാഹരണത്തിന് ഭോപ്പാൽ 1984 ആ വിഷവാതക ദുരന്തം നമുക്ക് പരിചയമില്ലാതിരുന്ന ഒരു ദുരന്തമാണത്. ആയിരക്കണക്കിന് ആളുകൾ വിഷവാതകം ശ്വസിച്ച് മരിക്കുന്ന കാഴ്ച. അപ്പോൾ ധാരാളം ചിത്രങ്ങൾ അന്ന് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അവയിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു ചിത്രം രഘുറായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. അത് ബെറിയൽ ഓഫ് എ ചൈൽഡ്, ഒരു കുട്ടിയുടെ, കുട്ടി എന്ന് പറഞ്ഞാൽ പോലും ഒരു ശിശുവിൻ്റെ ശവസംസ്കാരം എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ. എന്താണ് അതിൻ്റെ പ്രത്യേകത? ആ ഭോപ്പാലിൽ തകർന്ന് അടിഞ്ഞു കിടക്കുന്ന ആ നഷ്ട കൂമ്പാരങ്ങളുടെ മധ്യേ പകുതി അതിൽ മറഞ്ഞും ബാക്കി പകുതി മുഖം മാത്രം നമുക്ക് കാണാം. ആ മുഖം കാണുകയാൽ 2 കണ്ണുകളും തുറന്നിരിക്കുകയാണ്. ആ കുഞ്ഞ് ഉണർന്നിരിക്കുകയാണോ അതോ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. പക്ഷെ ആ ഒറ്റ ചിത്രം മതിയായിരുന്നു ലോകത്തിന് എന്താണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, അതിൻ്റെ ഭീകരത എന്ത്, അതിൻ്റെ ദൈന്യത എന്ത്, അതിൻ്റെ ദാരുണമായ വശം മുഴുവൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ.
തൻ്റെ ഈ ലെൻസിലൂടെ കണ്ട കാഴ്ചയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രഘുറായി നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ചിത്രം അന്ന് അന്ന് എടുത്തു. എല്ലാ വാർത്താ ചിത്രകാരന്മാർക്കും അങ്ങനെ ഒരു പടം മതി അവരുടെ സിഗ്നേച്ചർ എന്നത്തേക്കുമായി കാലത്തിൻ്റെ ചുവരിൽ അല്ലെങ്കിൽ ആൽബത്തിൽ പതിപ്പിക്കുന്നതിന്. നമുക്ക് പരിചയമുള്ള മറ്റൊരു ഫോട്ടോഗ്രാഫറല്ലേ നിക്കൂട്ട് വിയറ്റ്നാം യുദ്ധകാലത്ത് സെയ്ഗോണിൽ ആ ബാലികമാരുടെ കുഞ്ഞുങ്ങളുടെ അവരുടെ ആ രോദനം, ദൈന്യത, അവരുടെ ആ നിസ്സഹായത അത് തൻ്റെ ക്യാമറയിൽ പതിപ്പിച്ചു. അതിൻ്റെ പേരിലാണ് നിക്കൂട്ട്. അതിന് പുലിറ്റ്സർ സമ്മാനം കിട്ടി. അദ്ദേഹത്തെ നമ്മളിപ്പോഴും അനുസ്മരിക്കുന്നത്. ഭോപ്പാൽ ദുരന്തം മാത്രമല്ല, അതുകൂടാതെയും 1971 ബംഗ്ലാദേശ് യുദ്ധകാലത്ത് സജീവമായി തൻ്റെ ക്യാമറയുമായി രംഗത്തുണ്ടായിരുന്ന ആളാണ് രഘുറായി. അന്നത്തെ അഭയാർത്ഥികൾ, അതാണ് ഏത് യുദ്ധവും നടക്കുമ്പോൾ അതിൻ്റെ ഒരു അനിവാര്യമായ ആഫ്റ്റർ മാത്ത് എന്ന് പറയുന്നത് അഭയാർത്ഥികളാണ്. 1971 ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായി തീർന്ന ആ യുദ്ധത്തിൽ അഭയാർത്ഥികളുടെ ദുരന്തവും ദുരിതവും അത് ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കാൻ അന്ന് രഘുറായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. രഘുറായി ഒരു വാർത്താ ചിത്രകാരൻ അല്ലെങ്കിൽ ന്യൂസ് ഫോട്ടോഗ്രാഫർ മാത്രമായിരുന്നില്ല. അദ്ദേഹം ഒരു നല്ല പോർട്രേറ്റ് ജേർണലിസ്റ്റ് കൂടിയാണ്, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ കൂടിയാണ്. അത് ഒരു കലയാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിലും നമ്മുടെ സ്മൃതിയിലും എക്കാലവും പതിഞ്ഞു കിടക്കുന്ന രീതിയിൽ ഒരു മുഖചിത്രം എടുക്കുക എന്നത് അതത്ര ചെറിയ കാര്യമല്ല. നമ്മളിപ്പോൾ കാണുന്നതും നമുക്ക് കണ്ടുപരിചയമുള്ളതുമായ ചില ചിത്രങ്ങൾ, ഉദാഹരണം ദലൈലാമ, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി, അല്ലെങ്കിൽ മദർ തെരേസ, ഇവരുടെയൊക്കെ ചില ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് എടുത്തിട്ടുള്ളത് രഘുറായി ആണെന്ന് അറിയാതെ അതിനെ ആയിരിക്കാം ആ ചിത്രങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്നത്. നമുക്ക് ചില വ്യക്തികൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അവർ അവരുടേതായ ആ രീതിയിൽ നിന്നൊക്കെ വിട്ട് അവർ മറ്റൊരു ലോകത്തേക്ക് കടന്ന് അവിസ്മരണീയമായ അനുഭവമായി അവരുടെ സബരിയെ അവർ മാറ്റിയെടുക്കുന്നു. സത്യജിത് റോയ്ക്ക് സിനിമ, അല്ലെങ്കിൽ സിനിമയിൽ സത്യജിത് റോയ് ആരാണോ, അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് വരുമ്പോൾ അവിടെ രവിശങ്കർ ആരാണോ, അല്ലെങ്കിൽ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ ആരാണോ, അതുപോലെയാണ് ന്യൂസ് ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് രഘുറായി എന്ന പേര്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എസ് പോൾ, അദ്ദേഹമാണ് ഈ തൻ്റെ സഹോദരൻ രഘുറായിയെ ഈ രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത്. എസ് പോളും അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഫോട്ടോഗ്രാഫറായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് എസ് പോളുമായി പരിചയം സ്ഥാപിക്കുന്നതിന് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എനിക്കതുപോലെ ഒരു പരിചയം അവകാശപ്പെടാവുന്ന മറ്റൊരു ഫോട്ടോഗ്രാഫറാണ് നേരത്തെ പരാമർശിച്ച നിക് ഊട്ട്. പക്ഷെ രഘുറായി വ്യത്യസ്തനാണ്. അദ്ദേഹം പല രീതിയിലും ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രകാരനായി മാറി. അതൊരു ചെറിയ കാര്യമല്ല. അദ്ദേഹം ഇന്ത്യയെ കണ്ടത് തൻ്റെ സവിശേഷമായ ലെൻസിലൂടെയാണ്. ദൈവത്തിൻ്റെ ദർശനം പൊടുന്നനെ ഉണ്ടായാൽ അതും തൻ്റെ ലെൻസിലൂടെ തന്നെ കാണണം. അതിനുവേണ്ടി കൊതിച്ച ആളായിരുന്നു രഘുറായി. അദ്ദേഹം ദ സ്റ്റേറ്റ്സ്മാൻ കൽക്കട്ടയിലെ പത്രമാണ്, പിന്നീട് ഇന്ത്യ ടുഡേ, അങ്ങനെ ചില പത്രങ്ങളിൽ വാർത്താ ചിത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ചില പ്രസിദ്ധീകരണങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനപ്പുറം അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകാരവും സ്വീകാര്യതയും നേടാൻ ഭാഗ്യം ലഭിച്ച ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു അദ്ദേഹം. ആ രീതിയിൽ രഘുറായിയുടെ ചിത്രങ്ങൾ അത് ലോകമെങ്ങുമുള്ള പത്രസ്ഥാപനങ്ങളിൽ എത്തിച്ചേരുകയും അവരൊക്കെയും അത് സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ നന്നായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് രഘുറായി ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രകാരൻ ആയി മാറിയത്. അതൊരു ചെറിയ കാര്യമല്ല. താൻ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിൽ ഒരു ലെജൻഡായി മാറുക, അല്ലെങ്കിൽ ഒരു ഐക്കോൺ ആയി മാറുക, അതൊരു ചെറിയ കാര്യമല്ല.
അത് സവിശേഷമായ സർഗശേഷിയും അതോടൊപ്പമുള്ള ആ കർമ്മ നൈപുണ്യവും എല്ലാം ഒത്തുചേരുമ്പോഴാണ്. അവസരങ്ങൾ കൂടി ഒത്തുവരണം എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ചില ആളുകൾ ഈ സാധാരണ അവസ്ഥയിൽ നിന്നൊക്കെ വിട്ട് അവർ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി കൂടി ഇന്ത്യൻ മാധ്യമരംഗത്തിന് നഷ്ടമായിരിക്കുന്നു. ഞാൻ 2026 ഈ ആദ്യ വർഷങ്ങളിലെ അല്ലെങ്കിൽ 2026 ഈ ആദ്യ മാസങ്ങളിലെ ഗണനീയമായ നഷ്ടം എന്ന നിലയിൽ ഞാനിവിടെ മാർക്ക് ടള്ളിയെ അവതരിപ്പിക്കുന്നു, അതുപോലെ തന്നെ രഘു റായിയെയും അവതരിപ്പിക്കുന്നു. അവരൊക്കെ കടന്നു പോകുമ്പോഴും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ, അവരെന്താണ് നമുക്ക് നേടിത്തന്നത്, അവർ എപ്രകാരമാണ് അവരുടെ കർമ്മരംഗത്തെ സമ്പുഷ്ടമാക്കിയത്, ആ ഓർമ്മകൾ പുതിയ രഘു റായിമാരെയും പുതിയ മാർക്ക് ടള്ളിമാരെയും സൃഷ്ടിക്കാൻ സഹായകമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. സമാധാനപരമായ ഭാവിയെ രൂപപ്പെടുത്തുക, മനുഷ്യാവകാശങ്ങൾക്കും വികസനത്തിനും സുരക്ഷയ്ക്കുമായി മാധ്യമ സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം. ഈ വർഷത്തെ ആഗോള സമ്മേളനം മെയ് 4, 5 തീയതികളിൽ സാംബിയയുടെ തലസ്ഥാനമായ ലുസാക്കയിൽ നടക്കും. സാംബിയ സർക്കാരുമായി ചേർന്ന് യുനെസ്കോ സംഘടിപ്പിക്കുന്ന ഈ സമ്മേളനം സമാധാനം, സുരക്ഷ, മനുഷ്യാവകാശ സംരക്ഷണം എന്നിവയിൽ മാധ്യമങ്ങളുടെ നിർണായക പങ്ക് പരിശോധിക്കും. കേരള മീഡിയ അക്കാദമി വിദ്യാർത്ഥി അരുണിമ VP തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കണ്ണും ചെവിയുമായി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കാണ്. എന്നാൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ അവയ്ക്ക് വേണ്ടത് ഒരു പ്രധാന ശക്തിയാണ് സ്വാതന്ത്ര്യം. വാർത്തകൾക്ക് നിയന്ത്രണങ്ങളില്ലാതെ ശബ്ദമാകാൻ കഴിയണം. ജനങ്ങൾക്ക് മറച്ചുവെക്കപ്പെടാത്ത യാഥാർത്ഥ്യങ്ങൾ അറിയാൻ കഴിയണം. ഈ ഓർമ്മപ്പെടുത്തലോടെയാണ് ലോകം ഓരോ വർഷവും മെയ് 3 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നത്. സാധാരണക്കാരന്റെ ശബ്ദം ഉയർന്ന തലങ്ങളിലേക്ക് എത്തണം. ഇതെല്ലാം സാധ്യമാകുന്നത് മാധ്യമങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുമ്പോഴാണ്. ഐക്യരാഷ്ട്രസഭയും യുനെസ്കോയും ചേർന്നാണ് ഈ ദിനത്തെ ആഗോള പ്രാധാന്യമുള്ള ദിനമായി പ്രഖ്യാപിച്ചത്. സർക്കാരുകൾ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കണം. മാധ്യമപ്രവർത്തകർക്ക് ഭയമില്ലാതെ സത്യം പറയാൻ കഴിയണം. ജനങ്ങൾക്ക് മറച്ചുവെക്കപ്പെടാത്ത യാഥാർത്ഥ്യങ്ങൾ ലഭിക്കണം എന്ന സന്ദേശമാണ് ഈ ദിനം ലോകത്തിന് മുന്നിൽ വയ്ക്കുന്നത്. കാലം മാറിയതോടെ വാർത്തകളുടെ സ്വഭാവവും മാറിയിട്ടുണ്ട്. ഒരു കാലത്ത് പത്രത്തിലൂടെയും റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും മാത്രം ജനങ്ങളിലേക്ക് എത്തിയിരുന്ന വിവരങ്ങൾ ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ സെക്കൻഡുകൾക്കകം വ്യാപിക്കുന്നു. ഈ വേഗത വാർത്താവിനിമയത്തെ എളുപ്പമാക്കിയെങ്കിലും മറ്റൊരു പ്രശ്നവും സൃഷ്ടിച്ചു. വ്യാജ വാർത്തകളും തെറ്റായ ദൃശ്യങ്ങളും കെട്ടിച്ചമച്ച വിവരങ്ങളും പലപ്പോഴും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ വിശ്വസതയുള്ള മാധ്യമങ്ങളുടെ പങ്ക് കൂടുതൽ നിർണായകമാകുന്നു. 1993 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ മെയ് 3 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മാധ്യമങ്ങൾ നേരിടുന്ന ഭീഷണികൾ ചർച്ച ചെയ്യാനും സത്യം പറയുന്നതിനിടെ ജീവൻ നഷ്ടപ്പെട്ട മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കാനും സ്വതന്ത്ര മാധ്യമങ്ങളുടെ അവകാശങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനുമാണ് ഈ ദിനാചരണം. ജീവനുള്ള ചിത്രങ്ങളിലൂടെ അനശ്വര ജീവിതം നയിക്കുന്ന ഗ്രാൻഡ് ഫോട്ടോ ജേർണലിസ്റ്റിന് കേരള മീഡിയ അക്കാദമിയുടെ പ്രണാമം. ഈ ലക്കം മാധ്യമജാലകം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.